ഭാര്യയുടെ ജീവനെടുത്ത തീക്കളി. കൊല്ലത്ത് ഭാര്യയെ തീവച്ചു കൊന്ന കേസിലെ പ്രതി പത്മരാജനുമായി തെളിവെടുപ്പ് ഇപ്പോൾ നടക്കുകയാണ്. പത്മരാജനെ സംഭവ സ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുക്കുകയാണ്. നേരത്തെ അദ്ദേഹം കുറ്റസമ്മത മൊഴി പത്മരാജൻ നൽകിയിരുന്നു. ഭാര്യയ്ക്ക് ബിസിനസ് പങ്കാളിയുമായുള്ള അടുപ്പമാണ് ഈ കൊലയ്ക്ക് തന്നെ പ്രേരിപ്പിച്ചത് എന്നതാണ് പത്മരാജൻ നൽകിയ മൊഴി. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, തെളിവെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. സജിത്ത്, ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ഈ തെളിവെടുപ്പ് നടന്നത്. ഒരു 5 മിനിറ്റ് മാത്രമേ പ്രതിയുമായി പോലീസ് സംഘം ഈ ചെമ്മാമുക്കിൽ ഈ സംഭവം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പിന്റെ ഭാഗമായി എത്തിയുള്ളൂ. കൊല്ലം ഈസ്റ്റ് സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പത്മരാജനുമായി തെളിവെടുപ്പ് പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ മടങ്ങാനൊരുങ്ങുന്നത്. കാരണം പ്രതി തന്നെ നേരത്തെ കുറ്റം സംബന്ധിച്ച പശ്ചാത്തലത്തിലാണ് ഔദ്യോഗികമായ നടപടിക്രമങ്ങളുടെ ഭാഗമായി മാത്രം ഈ തെളിവെടുപ്പ് ഇപ്പോൾ ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നത്. വലിയ പോലീസ് സുരക്ഷയിലാണ് ഇവിടെ ഈ നടപടികൾ ഇപ്പോൾ പൂർത്തിയായത്. അല്പസമയത്തിന് മുമ്പാണ് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം അനിലയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തത്. അതിന് പിന്നാലെയാണ് കൊല്ലം ഈസ്റ്റ് പോലീസിന്റെ നേതൃത്വത്തിൽ പ്രതിയുമായി തെളിവെടുക്കുന്നതിന് വേണ്ടി ചെമ്മാമുക്കിലെ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക്, വാഹനത്തിന് തീവെച്ച സ്ഥലത്തേക്ക് പോലീസ് സംഘം എത്തിയത്. എന്തായാലും വലിയ ഈ പ്രതിയെ കാണുന്നതിന് വേണ്ടി, തെളിവെടുപ്പ് നടപടികൾ വീക്ഷിക്കുന്നതിന് വേണ്ടി വലിയ തരത്തിൽ ആൾക്കൂട്ടം ഈ പരിസരങ്ങളിലൊക്കെ ഉണ്ടായി. എന്തായാലും ഈ നാടിപ്പോഴും ഈ ഒരു ഇങ്ങനെയൊരു കൊടും ക്രൂരമായ കൊലപാതകത്തിന്റെ ആഘാതത്തിൽ നിന്ന് മുക്തമായിട്ടില്ല എന്ന് വേണം എടുത്തു പറയാൻ. ഒരു കൂസലുമില്ലാതെയാണ് പ്രതി തെളിവെടുക്കുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥരോട് സംഭവിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത്. കൊല്ലം ഈസ്റ്റ് സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഈ നടപടികൾക്ക് നേതൃത്വം നൽകിയത്. ശരി, അതാണ് തെളിവെടുപ്പ് പൂർത്തിയായി. വളരെ വേഗത്തിൽ തന്നെ തെളിവെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രതിയുമായി പോലീസ് സംഘം അവിടുന്ന് മടങ്ങിയിരിക്കുന്നു. ഭാര്യ അനിലയ്ക്ക് കച്ചവട സ്ഥാപനത്തിലെ പങ്കാളി ഹനീഫുമായി ഉണ്ടായിരുന്ന അടുപ്പമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതി നൽകിയിരിക്കുന്ന കുറ്റസമ്മതം. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം അനിലയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. നടു റോഡിൽ വീട്ടമ്മയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയതിന്റെ നടുക്കത്തിൽ നിന്ന് കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ചെമ്മാമുക്ക് ഇപ്പോഴും മുക്തമായിട്ടില്ല. അദ്ദേഹത്തിന് സംശയരോഗം ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഹനീഷുമായി അനിലയ്ക്ക് ഒരു അവിഹിതമായ ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള സംശയത്തിലായിരുന്നു ഇങ്ങനെയൊരു പ്രകോപനത്തിലേക്ക് പത്മരാജൻ കടന്നത് എന്ന സൂചനകളാണ് പ്രാഥമികമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ വ്യക്തമാകുന്നത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം നമ്മളോട് സൂചിപ്പിച്ചിരിക്കുന്നത്. വാഹനത്തിൽ അനിലയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് ഹനീഷാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഈ നേരെ വന്ന് യാതൊരു പ്രകോപനവും കൂടാതെ വാഹനത്തിനുള്ളിലേക്ക് ഈ പെട്രോൾ ഒഴിച്ചതിന് ശേഷം തീ കൊളുത്തിയത് എന്നും അന്വേഷണ സംഘത്തോട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അനിലയുടെ മരണം ഉറപ്പാക്കിയ ശേഷം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയ ഭർത്താവ് പത്മരാജൻ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് നടത്തിയ കുറ്റസമ്മതം ഇങ്ങനെ: ഹനീഷുമായുള്ള സൌഹൃദം അവസാനിപ്പിക്കാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും അനില അനുസരിച്ചില്ല. കൺമുന്നിലിട്ട് ഹനീഷ് കഴിഞ്ഞ ദിവസം തന്നെ മർദ്ദിച്ചിട്ടും പിടിച്ചുമാറ്റാൻ പോലും ഭാര്യ തയ്യാറായില്ല. ഇത് മാനസികമായി തന്നെ ഏറെ തകർത്തു. ഭാര്യയെ വകവരുത്തിയതിൽ കുറ്റബോധമില്ലെന്നും വിഷമമുള്ളത് തനിച്ചായ 14 വയസ്സുകാരിയായ മകളെ ഓർത്ത് മാത്രമാണെന്നുമാണ് പ്രതിയുടെ മൊഴി. അതേസമയം പ്രകോപനമൊന്നും കൂടാതെയാണ് നട റോഡിൽ വാഹനം തടഞ്ഞ് പത്മരാജൻ പെട്രോൾ ഒഴിച്ച് വാഹനത്തിന് തീ കൊളുത്തിയതെന്നും രക്ഷപ്പെടുത്താനാവാത്ത വിധം മാംസം അടർന്നുപോയ നിലയിലായിരുന്നെന്നും സംഭവത്തിന് ദൃക്സാക്ഷികളായ യുവാക്കൾ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഞങ്ങൾ ഓടി വന്ന് അടുത്ത് വന്നപ്പോഴത്തേക്ക് തന്നെ ഭയങ്കരമായിട്ട് കാത്തി വന്നിട്ട് അടുത്തോട്ട് പോകാൻ വയ്യ. മാക്സിമം അവർക്ക് അപ്പോഴത്തേക്ക് ഒരു 90-95% പുള്ളി മാറിയവർ. നമുക്ക് ഇവരുടെ മാംസം വിട്ടുമാറിക്കൊണ്ടിരിക്കുവായിരുന്നു. നമ്മളെ പച്ചില വെച്ച് അണയ്ക്കാൻ നോക്കി തീയാണെങ്കിൽ ലാസ്റ്റ് ചാക്ക് എടുത്തോണ്ട് പിടിച്ച് ഞാൻ ഇങ്ങോട്ട് വലിച്ചെടുത്ത് മാംസം വിട്ടുമാറുക. സ്ഥലത്ത് ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. ഡാൻ കുര്യൻ, ന്യൂസ് 18.